പത്തനംതിട്ട ചരൽക്കുന്നിൽ യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിച്ച് കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പരാതി. ഹണി ട്രാപ്പിൽ കുടുങ്ങിയ ആലപ്പുഴ റാന്നി എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവാക്കൾക്കാണ് മർദ്ദനം നേരിട്ടത്. സംഭവത്തിൽ യുവദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചരൽക്കുന്ന് സ്വദേശി ജയേഷ്, ഭാര്യ രശ്മി എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ സൈക്കോ മനോനിലയുള്ളവരാണെന്ന് പോലീസ് പറഞ്ഞു. സാരംഗ് ചേരുകയാണ്. സാരംഗ്, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? ഷമി ഇന്ന് ആണ് ഈ വിവരം പുറത്തു വരുന്നത്. ഇത്തരത്തിൽ വലിയ ക്രൂരമായ പീഡനമാണ് ഈ രണ്ട് യുവാക്കളും നേരിട്ടിട്ടുള്ളത്. ആലപ്പുഴ സ്വദേശിയും അതുപോലെ തന്നെ പത്തനംതിട്ട റാന്നി സ്വദേശിയുമാണ് ഇത്തരത്തിൽ വലിയ ക്രൂരമായ പീഡനത്തിനിരയായത്. അതായത് സംഭവം ഇങ്ങനെയാണ്. ഈ രണ്ട് യുവാക്കളെ ഹണി ട്രാപ്പിൽ പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്തനംതിട്ട ചരൽക്കുന്ന് സ്വദേശികളായിട്ടുള്ള ഈ ജയേഷും ഭാര്യ രശ്മിയും ഇവരെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ 1-ാം തീയതിയാണ് ഇത്തരത്തിൽ ആലപ്പുഴ സ്വദേശിയെ ഇവരുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. തുടർന്ന് ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. അത്തരത്തിൽ ജനനേന്ദ്രിയത്തിൽ ഉൾപ്പെടെ ഈ സ്റ്റാപ്ലർ പിന്നുകൾ അടിക്കുക തുടങ്ങിയ മാരകമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രൂരമായ പീഡനമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. തുടർന്ന് 5-ാം തീയതിയാണ് ഈ റാന്നി സ്വദേശിയെ ഇത്തരത്തിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അയാളെയും ഇത്തരത്തിൽ കെട്ടിത്തൂക്കി മർദ്ദിക്കുകയും അതുപോലെ തന്നെ ജനനേന്ദ്രിയത്തിൽ ഇത്തരത്തിൽ 23ഓളം സ്റ്റാപ്ലർ പിന്നുകൾ അടിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. എന്തിനായാലും സംഭവത്തിൽ ആറന്മുള പോലീസ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്ക് സൈക്കോ മനോനിലയുള്ളവരാണ് ഇവർ രണ്ടുപേരും എന്നാണ് പോലീസ് നിലവിൽ കണ്ടെത്തുന്നത്. അതായത് പ്രധാനമായും സംഭവത്തിൽ ഈ ഭാര്യയുടെ, അതായത് ജയേഷിൻ്റെ ഭാര്യ രശ്മി ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട സുഹൃത്തുക്കളെ പരിചയപ്പെട്ട് അവരുമായി സൗഹൃദത്തിലാവുകയും തുടർന്ന് കുറേ നാൾ ഇത്തരത്തോളം ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് തുടർന്ന് ഈ യുവാക്കളെ ഇത്തരത്തിൽ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു, ഇവരുടെ സ്വന്തം വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. അത് പ്രധാനമായും പോലീസ് കണക്കാക്കുന്നത് ഒരു ഹണി ട്രാപ്പ് എന്നതിലുപരി വലിയ ക്രൂരമായൊരു പീഡനമാണ്. അത്തരത്തിൽ മനുഷ്യരെ ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു ആനന്ദം കണ്ടെത്തുന്ന തരത്തിലുള്ള സൈക്കോ മനോഭാവമുള്ളവരാണ് ഇരുവരും എന്നാണ് പോലീസ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാലും പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ബാക്കി മറ്റുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ മറ്റ് യുവാക്കളെ കൂടി ഇവർ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഇതിൽ ആലപ്പുഴ സ്വദേശിക്കാണ് ഏറ്റവും ആദ്യം ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. ഈ അക്രമത്തിന് ശേഷം ഈ യുവതിയും യുവാവും, അതായത് ജയേഷും രശ്മിയും ഈ യുവാവിനെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്ന് പരിക്ക് പറ്റി അവശനായ ഇയാളെ ഓട്ടോ ഡ്രൈവർമാരും സ്ഥലത്തു കൂടെ സഞ്ചരിച്ചിരുന്ന യാത്രക്കാരും കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് കാര്യമന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഇത്തരത്തിലൊരു പരിക്ക് പറ്റിയതാണ്, അങ്ങനെയുള്ള ഒഴിഞ്ഞു മാറാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് ഇടപെട്ടു. തുടർന്നാണ് ഈ ആലപ്പുഴ സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. ആദ്യം കാര്യങ്ങൾ തുറന്നു പറയാൻ സമ്മതിച്ചില്ലെങ്കിൽ പോലും പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിൽ ഇങ്ങനെ ഈ ഒരു യുവാവിൻ്റെയും ഈ സ്ത്രീയുടെ പക്കൽ നിന്ന് ഇത്തരത്തിൽ ക്രൂരമായ പീഡനം നേരിടുകയായിരുന്നു എന്നുള്ള കാര്യം ഈ ആലപ്പുഴ സ്വദേശി തുറന്നു പറഞ്ഞു. തുടർന്നാണ് ഇത്തരത്തിൽ പോലീസിന് സംഭവം മനസ്സിലാകുന്നതും ഈ കേസിലേക്ക് പോകുന്നതും ഈ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്കും കടക്കുന്നത്.